നമസ്കാരം. വീണ്ടും കേരള സ്റ്റോറി കേരളത്തിലെ ചർച്ചകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ദൂരദർശൻ വീണ്ടും കേരള സ്റ്റോറി എന്ന സിനിമ സംപ്രേഷണം ചെയ്തതോടെ പിണറായി വിജയൻ അടക്കമുള്ള നിരവധി പാർട്ടിക്കാരാണ് ഇതിൽ അലമുറയുമായി രംഗത്തെത്തുന്നത്. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത മണിപ്പൂർ വിഷയം ഇറക്കിയാണ് ഇവരുടെ കരച്ചിൽ. എന്നാൽ എന്താണ് മണിപ്പൂരിലെ വിഷയത്തിലെ യാഥാർത്ഥ്യമെന്ന് ആർക്കും അറിയാത്ത നിരവധി കാര്യങ്ങൾ വിശദമാക്കുകയാണ് BJP നേതാവ് അനൂപ് ആന്റണി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലരും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണ് എന്ന് തന്നെ പറയാം. അതിൽ നിന്ന് തന്നെ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും. അതായത് ഏകദേശം 36 ലക്ഷം ജനസംഖ്യയുള്ള മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് നമ്മൾ കേൾക്കുന്ന എന്താണ്? മൈത്തേയ് എന്ന് പറയുന്നതും കൂക്കി എന്ന് പറയുന്നതുമായ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം. അതിൽ കൂക്കികളാണെങ്കിലോ ക്രിസ്ത്യാനികളാണെന്നും അതുകൊണ്ടാണ് അവർ സംഘർഷം നേരിടുന്നത് എന്നാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രതീതി. എന്നാൽ ഈ മണിപ്പൂരിൽ മൈത്തേയും കൂക്കിയും മാത്രമല്ല ഉള്ളത്. ഇപ്പം നാഗ എന്നുള്ളൊരു ഗോത്രവിഭാഗത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പം നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ ആ ഗോത്രവിഭാഗത്തിൻ്റെ പേരിലാണ്. ഈ നാഗ ഗോത്രവിഭാഗം മണിപ്പൂരിൽ കൂക്കിയുടെ അത്രയും തന്നെ വലിയൊരു ജനസംഖ്യയുള്ള ഒരു വിഭാഗമാണ്. കൂക്കി എന്ന ഗോത്രക്കാർ സോ എന്ന് പറയുന്ന ഒരു ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പം ഈ മിസോറാമിലുള്ള മിസോ എന്ന് പറയുന്ന അതേ ഗോത്രവിഭാഗം, അതാണ് ഈ സോ എന്ന് പറയുന്ന ഒരു ഗോത്രവിഭാഗം. അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഈ കൂക്കി എന്ന് പറയുന്ന ഈ ഗോത്രവിഭാഗം. ഈ സോ എന്ന് പറയുന്ന ഈ ഗോത്രവർഗത്തിൽപ്പെട്ട കൂക്കികളും നാഗ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവിഭാഗക്കാരും ഈ രണ്ട് കൂട്ടരും മുഖ്യമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. എന്നാൽ മൈത്തേയ് മുഴുവൻ ഹിന്ദുക്കളല്ല, അതിലും ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുമുണ്ട്. എന്നാൽ ആരും പറയാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂക്കി വിഭാഗവും ഈ നാഗ വിഭാഗവും വർഷങ്ങളായിട്ട് സംഘർഷത്തിലാണ്. അതായത് നമുക്ക് മനസ്സിലാക്കണം, രണ്ട് മുഖ്യമായ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് വർഷങ്ങളായിട്ട് മണിപ്പൂരിലുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ട മെയ്തേയുമായിട്ടുള്ള കൂക്കിയുടെ സംഘർഷം, അതിനു മുമ്പ് വർഷങ്ങളായിട്ട് ഈ നാഗായുമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്. ഇപ്പോൾ 90കളിൽ ഈ നാഗയും കൂക്കികളും തമ്മിലുള്ള വലിയൊരു സംഘർഷമുണ്ടായി. 100 കണക്കിന് ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് അന്ന് മണിപ്പൂരിൽ അവരുടെ വീടുകൾ വിട്ട് ഓടേണ്ടി വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ബോർഡിംഗ് സ്കൂളുകളിലൊക്കെ അന്ന് മണിപ്പൂരിൽ നിന്നുള്ള ഒത്തിരി വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കാൻ വരുമായിരുന്നു. അതിന് കാരണം ഇതാണ്, ഈ മണിപ്പൂരിൽ അന്ന് വലിയ സംഘർഷമായിരുന്നു. പക്ഷേ ഈ സംഘർഷം ആര് തമ്മിലാണ്? ക്രിസ്ത്യൻ വിഭാഗമായ കൂക്കികളും ക്രിസ്ത്യൻ വിഭാഗമായ നാഗാ തമ്മിലാണ്. അന്ന് കോൺഗ്രസ് ആണെന്ന് മണിപ്പൂരിൽ ഭരിച്ചിരുന്നതും അന്ന് കോൺഗ്രസ് തന്നെയാണെന്ന് കേന്ദ്രത്തിലും ഭരിച്ചിരുന്നത്. പക്ഷെ അന്ന് BJPക്കാരും ഇത് അന്നത്തെ വാജ്പേയിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ ആരും ഇതിന് രാഷ്ട്രീയവൽക്കാൻ ശ്രമിച്ചിട്ടുമില്ല. മറിച്ച് അന്ന് ഉണ്ടായിരുന്ന സർക്കാരുകൾക്ക് പിന്തുണ നൽകാനാണ് ഈ വിഷയത്തിൽ ശ്രമിച്ചത്. പക്ഷേ അന്നത്തെ രസകരമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഇതിനെ ആരും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വഴക്കായി കണ്ടിരുന്നില്ല. മറിച്ച് രണ്ട് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ളൊരു വഴക്ക്. അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് എത്നിക് കോൺഫ്ലിക്റ്റ് എന്നാണ് വിളിക്കേണ്ടത്. ഈ ഭാരതം എന്ന ഈ രാഷ്ട്രത്തിലെ നിരവധി ഗോത്രങ്ങളിലുള്ള പല ഗോത്രങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള നാഗയും കൂക്കിയും, ആ രണ്ട് എത്നിക് വിഭാഗങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതിനെയാണ് എത്നിക് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 90കളിൽ നടന്ന പോലുള്ള ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഇപ്പോഴും മണിപ്പൂരിൽ നടന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഭാരതത്തിലെ ക്രൈസ്തവരിൽ ഏറ്റവും വളരെ സീനിയറായിട്ടുള്ള മേലധ്യക്ഷന്മാരിൽ ഒരാളാണ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. അദ്ദേഹം പോലും ഉപയോഗിച്ച വാക്കുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ബട്ട് ആൻ എത്നിക് കോൺഫ്ലിക്റ്റ്. അതായത് ഇത് മതപരമായൊരു സംഘർഷമല്ല, മറിച്ച് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അതിനെ ആ രീതി വേണം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നടന്ന ഈ സംഘർഷം രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ്. പക്ഷേ വർത്തമാന രാഷ്ട്രീയം അതിനെ മതപരമായ ഒരു സംഘർഷമാക്കി മാറ്റി. അതായത് ഈ കൂക്കി എന്ന ഈ ഗോത്രവിഭാഗത്തിൻ്റെ പ്രശ്നം ഈ മൈത്തേയോട് മാത്രമുള്ളതൊന്നുമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഗ എന്ന് പറയുന്ന പോലുള്ള വിഭാഗങ്ങൾ. അപ്പോൾ ഈ കൂക്കി എന്ന് പറയുന്ന ഗോത്രവിഭാഗത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം ഈ മൈത്തേയോട് മാത്രമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളായിട്ടുള്ള നാഗായോടും അവർക്ക് പ്രശ്നങ്ങളാണ്. അതും പോട്ടെ, സോ എന്ന ഗോത്രവർഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ്, ഒരു കൂട്ടരാണ് ഈ പൈത്ത് എന്ന് പറയുന്ന ഒരു ഗോത്രവിഭാഗക്കാർ. ഈ കൂക്കിയും പൈത്തും രണ്ടും സഹോദര വർഗ്ഗങ്ങളാണ്, ഒരമ്മ പറ്റ മക്കളാണ്, ഒരേ ഗോത്ര കുടുംബത്തിൽപ്പെട്ടവരാണ്. എന്നിരുന്നാലും വർഷങ്ങളായിട്ട് ഈ കൂക്കിയും പൈത്തും തമ്മിലും വലിയ സംഘർഷമാണ്. ഈ അടുത്തിടയ്ക്കും വരെയും അവർ തമ്മിൽ വലിയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, പണ്ട് ബർമയിൽ ജോലിക്ക് പോയ തമിഴന്മാരുണ്ട്.
അവരിൽ പലരെ പിന്നീട് മണിപ്പൂരിലെ ഈ ബർമ മണിപ്പൂർ ബോർഡർ മേഖലകളിലൊക്കെ പോയി താമസം തുടങ്ങി. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കൂക്കി വിഭാഗം ഈ പറഞ്ഞ തമിഴന്മാരെയും ആക്രമിച്ചു. അവരുടെ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ കത്തിച്ചു, പലരെയും കൊന്നു. ഇതൊന്നും ഒരു മതത്തിൻ്റെ പേരിലുള്ള വഴക്കല്ല. ഇതൊരു മതത്തിൻ്റെ പേരിലുള്ള വഴക്കാണെങ്കിൽ എന്തിന് കൂക്കികൾ ക്രിസ്ത്യാനികളായിട്ടുള്ള മൈത്രികളെ ആക്രമിച്ചു ഈ തവണ ഈ സംഘർഷത്തിൽ? എന്തിന് വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള നാഗവുമായിട്ട് അവർ പോരിട്ടുകൊണ്ടിരിക്കുന്നു? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം. അപ്പോൾ ഇതിനെ വളച്ചൊടിച്ച്, ഒരു എത്നിക് കോൺഫ്ലിക്റ്റിനെ വളച്ചൊടിച്ച് ഒരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് ആക്കി എടുക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ആവശ്യമായതുകൊണ്ടാണ് മണിപ്പൂർ കേരളത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്. അനൂപ് ആന്റണി പറയുന്നത് പോലെ മണിപ്പൂരിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവർ കോൺഗ്രസ് ഭരണകാലത്ത് ഈ മണിപ്പൂരിൽ കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകളും അറിയണം. 1990-ൽ 300 പേർ കൊല്ലപ്പെട്ടു, 1993-ൽ 1100, 1997-ൽ 400 പേർ, 2001-ൽ 95 പേർ, 2003-ൽ 140 പേർ, 2006-ൽ 105 പേർ, 2008 ആയതോടെ അത് 200 പേരായി, 2010-ൽ 220 പേർ, 2012-ൽ 165 പേർ, 2023-ൽ 900 പേരും കൊല്ലപ്പെട്ടു. ഹൗ മെനി പീപ്പിൾസ് കിൽഡ് ഇൻ മണിപ്പൂർ ബൈ റയോട്ട് എന്ന ഗൂഗിൾ സെർച്ച് ചെയ്താൽ മേൽപ്പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ടും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് BJPയെ വിമർശിക്കുന്നത്. അതിന് കണക്കിന് തന്നെ അനൂപ് ആന്റണി വാരിയലക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.